നമ്മുടെ അടുത്ത് ക്ലയൻറ്റ്സ് വന്ന് പറയാറുണ്ട്, ഞാൻ സാധാരണ ടേബിൾ സോൾട്ട് നിർത്തി, ഞാനിപ്പോൾ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത്, ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. നാച്ചുറൽ ബൈപ്പാസ് നമ്മുടെ ഹാർട്ടിൽ ഉണ്ട്, അപ്പോൾ അത് കുറേ ഡെവലപ്പ് ആവും. അത് ഈ എക്സസൈസ് ഇങ്ങനെ സെൻസിബിളി ചെയ്യുന്നത് കൊണ്ടാണ്. Definitely. A small these kind of changes in a person who has a heart problem can create an issue. Is it actually true that exercises reduces cardiovascular risk? വെറുതെ അല്ലല്ലോ പണ്ടത്തെ ആൾക്കാരെ പറഞ്ഞു ഉപ്പ് നിന്ന് വെള്ളം കുടിക്കുന്നു പറയുന്നത് അല്ലേ. നമ്മൾ രണ്ടുപേരും വർക്കൗട്ട് ചെയ്യുന്നു, എൻ്റെ ഹാർട്ട് റേറ്റ് 170യും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് 140 ആണെങ്കിൽ ദെൻ ഐ ഹാവ് എ പ്രോബ്ലം. ഡോക്ടർ പറഞ്ഞല്ലോ ഹാർട്ട് റേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് അതെങ്ങനെയാണ് അറിയുന്നത്? അത് ഏജ് അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ? പിന്നെ ഈ ഹാർട്ട് റേറ്റ് എങ്ങനെ നമുക്ക് അറിയാം? ഹൗ ക്യാൻ വി മെഷർ ഇറ്റ്? ഒരു മീഡിയം ഇൻറ്റൻസിറ്റി ഓഫ് എക്സസൈസ് ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം 100% ഈസ് ഗോയിങ് ടു ബി പ്രൊട്ടക്റ്റീവ് ഫോർ ഹാർട്ട്. ഡോക്ടർ പറഞ്ഞല്ലോ ഹാർട്ട് റേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് അതെങ്ങനെയാണ് അറിയുന്നത്? അത് ഏജ് അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ? പിന്നെ ഈ ഹാർട്ട് റേറ്റ് എങ്ങനെ നമുക്ക് അറിയാം? ഹൗ ക്യാൻ വി മെഷർ ഇറ്റ്? നമ്മുടെ ഒരാളുടെ നമ്മളൊരു അലൗഡ് ഹാർട്ട് റേറ്റ്, നമ്മുടെ ഒരു സേഫ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു 220 മൈനസ് യുവർ ഏജ്, അതാണ് നമ്മുടെ ഒരു ഹാർട്ട് റേറ്റ്, മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഈ 220 മൈനസ് ഏജ് എന്ന് പറയുമ്പം ഒരു 40 ഇയേഴ്സുള്ള ആളാണെന്നിരിക്കാം. അപ്പം 220 മൈനസ് 40 180, അതാണ് ഒരാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. 40 വയസ്സുള്ള ഒരാൾ എക്സസൈസ് ചെയ്യുമ്പം അയാൾക്ക് വരെ നമുക്ക് ടോളറബിൾ ആയിട്ടുള്ള മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പം ഇറ്റ് ഈസ് സേഫ് ദാറ്റ് നമ്മൾ അതിൻ്റെ ഒരു 80% കീപ്പ് ചെയ്യണതായിരിക്കും നമുക്ക് സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ വി ആർ ട്രൈൻ ടു അറ്റൈൻ 85% ഓഫ് യുവർ മാക്സിമം ഹാർട്ട് റേറ്റ്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ആ ഹാർട്ട് റേറ്റ് എടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ ഡെലിവറി കുറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കണം. അപ്പം വി ടെസ്റ്റ് സംതിങ്, ഈ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വി ക്രിയേറ്റ് എൻ ആർട്ടിഫിഷ്യൽ സ്ട്രെസ് ആൻഡ് സീ ദാറ്റ് ദ ഹാർട്ട് ഈസ് സേഫ് ഡ്യൂ ടു ടേക്ക് ആൻ എക്സസൈസ് എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിലും നമ്മൾ TMT ചെയ്യണതിൻ്റെ ഒരു റീസണും കൂടി അതാണ്. അത്രേ ഉള്ളൂ. പലപ്പോഴും ഏറ്റവും സേഫ് എന്ന് പറഞ്ഞപ്പം സ്മാർട്ട് വാച്ചസ് ഉണ്ടല്ലോ, വെരി ഈസി. നമുക്കിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ദർ ആർ ലോട്ട് ഓഫ് ബ്രാൻഡ്സ് അവൈലബിൾ. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ദാറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഇടുന്ന എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു എയറോബിക് ഒരു എക്സസൈസ് സോൺ എന്ന് പറയുമ്പം ഒരു ഈ 40 ഇയർ ആൾക്കാണെങ്കിൽ ബിലോ 150 കീപ്പ് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി HR ബേസ്ഡ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എയറോബിക് സോണിലാണ് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം യു ക്യാൻ ഗോ അപ് ടു 160 ആ സമയത്തൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ജനറൽ വർക്കൗട്ടിൻ്റെ സമയത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അത്രയും നമുക്ക് പോകാൻ സാധ്യതയില്ല. ഓൾവേസ് നമ്മൾ ഹാർട്ട് റേറ്റ് ഒന്ന് വാച്ച് ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാർട്ട് റേറ്റ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടുന്നുണ്ടെങ്കിൽ, ലൈക്ക് നല്ലോണം ചെറിയൊരു എമൗണ്ട് ഓഫ് എക്സസൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹാർട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ എ കാർഡിയക് ഇവാലുവേഷൻ. നമ്മൾ രണ്ടുപേരും വർക്കൗട്ട് ചെയ്യുന്നു, എൻ്റെ ഹാർട്ട് റേറ്റ് 170യും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് 140 ആണെങ്കിൽ ദെൻ ഐ ഹാവ് എ പ്രോബ്ലം. ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് ഔട്ട്. സിമിലർ വർക്കൗട്ട് മിക്കപ്പോഴും ജിമ്മിൽ രണ്ടു പേരൊക്കെ കമ്പൈൻഡ് ആയിട്ടാണല്ലോ വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും പലരും കമ്പൈൻഡ് ആക്ടിവിറ്റീസ് പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ സെയിം എമൗണ്ട് ഓഫ് വർക്കൗട്ടിൽ ഹാർട്ട് റേറ്റ് റെസ്പോൺസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് എ വാർണിംഗ് സൈൻ ദാറ്റ് യു ഷുഡ് ഗോ ഫോർ എ ചെക്കപ്പ്. ഇനി എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ്, ആൻഡ് ഐ മൈറ്റ് വോണ്ട് എ ലിറ്റിൽ ടെക്നിക്കൽ ആൻസർ ടു ദാറ്റ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: എക്സസൈസസ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് ആൻഡ് കാർഡിയോവാസ്കുലർ ഇവൻറ്റ്സ്. ഇത് നമ്മളെല്ലായിടത്തും കേൾക്കുന്നതാണ്. എന്നാൽ ഈ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഈ കാർഡിയോവാസ്കുലർ ഇവൻറ്റ്സ് വരുന്നതും. What are we missing there? And is it actually true that exercises reduces cardiovascular risk? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട്? But then what are we missing and why are we finding increased incidence of such events during exercise? പറഞ്ഞ പോലെ ഒരു മീഡിയം ഇൻറ്റൻസിറ്റി ഓഫ് എക്സസൈസ് ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം 100% ഈസ് ഗോയിങ് ടു ബി പ്രൊട്ടക്റ്റീവ് ഫോർ ഹാർട്ട്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം ഒന്ന് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം തന്നെ ചേഞ്ച് ചെയ്യും. ലൈക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബോഡിയിൽ കുറയും, വേസോ ഡയലറ്റേഷൻ വരും, നമ്മുടെ ബ്ലഡ് വെസൽസ് കുറേയും കൂടിയും ഡയലേറ്റ് ആവും, മസിൽസിലുള്ള ഫ്ലോ കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് പൊതുവേ ലോങ് റണ്ണിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഹാർട്ട് റേറ്റിനെ പറ്റി പറഞ്ഞെങ്കിലും ഇഫ് യു ഡു കണ്ടിന്യൂസ് എക്സസൈസ് നമ്മുടെ ഒരു രാവിലത്തെ ഹാർട്ട് റേറ്റ് നോക്കുവാണെങ്കിൽ ഹാർട്ട് റേറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ. കാര്യം നമ്മുടെ കാർഡിയക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും. മനസ്സിലായില്ല? ഇപ്പോൾ ഒരു 70 ഹാർട്ട് റേറ്റ് ഉള്ള ഒരാൾ കണ്ടിന്യൂസ്ലി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുമ്പോഴുള്ള ഹാർട്ട് റേറ്റ് അത് 60 ആവും.
അപ്പം യുവർ ഹാർട്ടിൻ്റെ എഫിഷ്യൻസി കൂടും, വേസോ ഡയലറ്റേഷൻ വരും, നമ്മുടെ ബോഡി മെറ്റബോളിസം ചേഞ്ച് ചെയ്യും, വെയിറ്റ് കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ബ്ലഡ് പ്രഷർ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ small benefits, incremental benefits over a longer period of time. That is exercise. I'm just interrupting you here. The point that you mentioned is very relevant. ഞാൻ ഇപ്പോൾ അതായത് ഡോക്ടർ പറഞ്ഞത് 70 ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഹാർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ 70 ഹാർട്ട് റേറ്റിൽ ഉള്ള ഒരാൾ, അതായത് 70 തവണ ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഒരാൾ എക്സസൈസ് ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ സെൻസിബിളായ രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ എഫിഷ്യൻസി കൂടി. അതുകൊണ്ട് 70 ബീറ്റിൽ ചെയ്യേണ്ട ജോലി ഹാർട്ടിന് 60 ബീറ്റിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹാർട്ട് റേറ്റ് കുറഞ്ഞു എന്ന് അതല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? അല്ല, ഓക്കെ, സോറി, ക്യാരി ഓൺ. അതുപോലെ തന്നെ VO2 മാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് വാച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് VO2 മാക്സ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കാണാം. നമ്മുടെ ഓക്സിജൻ ബോഡിക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ ആണ് VO2 മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇമ്പ്രൂവ് ചെയ്യും, VO2 മാക്സും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. സോ ഓഫ് കോഴ്സ് ലോട്ട് ഓഫ് ഡെഫിനിറ്റ് ഇതുണ്ട്. പക്ഷേ ഈ എക്സസൈസ് ചെയ്യുമ്പം പലപ്പോഴും ഈ ഹാർട്ട് ഇഷ്യൂസ് വരുന്നു. നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ വരുന്നു, ജിമ്മിൽ പോകുമ്പോൾ വരുന്നു, അല്ലെങ്കിൽ റണ്ണിങ്ങിൻ്റെ സമയത്ത് വരുന്നു, ഒരാൾ നടക്കാൻ പോയപ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു വീണു, ചില സൈക്ലിങ്ങിന് പോയപ്പോൾ, അങ്ങനെയൊക്കെ പല ഇൻസിഡൻസും കേൾക്കാം. പക്ഷെ ആ സമയത്ത് അവർക്കൊരു കാർഡിയക് പ്രോബ്ലം നിലനിൽക്കുമ്പോഴാണ് ആ ഇഷ്യൂ വരുന്നത്. യു ഹാവ് എ ഹാർട്ട് പ്രോബ്ലം വിച്ച് ഇസ് അൺഡിറ്റക്റ്റഡ് ഓർ അൺഅഡ്രസ്ഡ്. നമുക്ക് ഒരു പ്രോബ്ലം അറിയാതെ ഇരിക്കുന്ന സമയം, അതുപോലെ തന്നെ അൺഅഡ്രസ്ഡ്, നമ്മളിത് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത സമയത്ത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു സർജൻ ഹാർട്ട് റേറ്റോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. അല്ലാതെ ഒരു റെഗുലർ എക്സസൈസ് ചെയ്ത് കാർഡിയക് പ്രോബ്ലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് പ്രൊട്ടക്റ്റീവായിട്ട് വരുള്ളൂ. പക്ഷേ ഒരു കാർഡിയക് പ്രശ്നം ഉള്ളൊരു വ്യക്തി അറിയാതെ അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ആ സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഒരു സഡൻ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. പലപ്പോഴും ഒരു ദിവസം ചിലപ്പോൾ ഹെവി വർക്കൗട്ട് ചെയ്യണം. അപ്പം ഈ ഒരാൾക്ക് ഫ്ലൂയിഡ് ഡിസ്റ്റർബൻസസ് വരാം, ഡീഹൈഡ്രേഷൻ വരാം, അതുപോലെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് വരാം. നമുക്ക് സോഡിയം, പൊട്ടാഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ സ്മോൾ ദീസ് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഇൻ എ പേഴ്സൺ ഹൂ ഹാസ് എ ഹാർട്ട് പ്രോബ്ലം ക്യാൻ ക്രിയേറ്റ് എൻ ഇഷ്യൂ സംടൈംസ്. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു, ഇങ്ങനെയുള്ള സോഡിയം പൊട്ടാഷ്യം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വന്നിരിക്കുന്ന സമയത്ത് നമ്മളൊരു എക്സസൈസ് അൺനെസറി ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക എന്നുള്ളത്. സോ ഐം അസ്യൂമിങ് യു ആർ അല്യൂഡിങ് ടു എ ബ്ലോക്ക്, മേ ബി ഒരു 50% ബ്ലോക്ക് ഇൻ വൺ ഓഫ് ദ മെയിൻ ആർട്ടറീസ്, വൺ ഓഫ് ദ മെയിൻ 3 ആർട്ടറീസ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ എക്സസൈസ് ചെയ്യുന്നു, പെട്ടെന്ന് പോയി ഭയങ്കര ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് വരുന്നു, അപ്പോൾ ആ ബ്ലോക്ക് റെലവൻ്റ് ആവുന്നു. അതായത് സാധാരണ നടക്കുന്ന സമയത്ത് ആ ബ്ലോക്ക് വലിയ പ്രശ്നക്കാരനല്ല, കാര്യം 50% ബ്ലോക്കേ ഉള്ളൂ. പക്ഷേ ഞാൻ എക്സസൈസ് കൂടുതൽ ചെയ്യുന്നു, മൈ റിക്വയർമെൻറ്റ് ഈസ് നൗ വെരി ഹൈ, പക്ഷേ ആ ബ്ലോക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇസ്കീമിയ ഓർ മസിൽസിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുന്നതും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നതും. ഹൗ ഡസ് എക്സസൈസ് ബൈപാസ് ദാറ്റ്? കൊളാറ്ററൽസ് വരാം. ഒരാൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അതൊരു 90% ബ്ലോക്കേജ് ആർട്ടറി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ അതിന് ചെറിയൊരു മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും, കൊളാറ്ററൽ സർക്കുലേഷൻ എന്ന് പറയും. പക്ഷെ ഇതൊരു ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുമ്പോൾ വരുള്ളൂ കേട്ടോ. നമുക്കൊരു സഡൻ ഒരു ഹാർട്ട് അറ്റാക്കിൽ കൊളാറ്ററൽസ് വരില്ല. ബട്ട് ഇഫ് യു ഡെവലപ്പ് എ ബ്ലോക്ക് ഗ്രാജുവലി 10%, 20%, 30, 40, 50, 60, 70, 80, 90 ഒക്കെ ആകുമ്പോഴേക്കും ബോഡി വിൽ ഡെവലപ്പ് കൊളാറ്ററൽ സർക്കുലേഷൻ. നാരോ ചെറിയ ചാനൽസ് ഇതിൻ്റെ ചുറ്റും ഡെവലപ്പായി നമുക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് ട്രാഫിക് കൂടുമ്പോൾ ഗവൺമെന്റ് ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ അതുപോലെ ഒരു നാച്ചുറൽ ബൈപ്പാസ് നമ്മുടെ ഹാർട്ടിൽ ഉണ്ട്. അപ്പം അത് കുറേ ഡെവലപ്പ് ആവും. അത് ഈ എക്സസൈസ് ഇങ്ങനെ സെൻസിബിളി ചെയ്യുന്നത് കൊണ്ടാണ്. ഡെഫിനറ്റ്ലി. പക്ഷെ അത് ഒരു ദിവസം കൊണ്ടാവില്ല, ടൈം എടുത്തിട്ടാണ് ടൈം എടുക്കും. അപ്പം അങ്ങനെ ഈ കൊളാറ്ററൽ സർക്കുലേഷനുള്ള ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ പലപ്പോഴും ഒരു ഫിനോമിനം കാണുക വെച്ചാൽ വാമപ്പ് ഫിനോമിനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണും. അവർക്ക് ഒരാളിപ്പോൾ രാവിലെ നടക്കാൻ പോവാന്നായിരിക്കാം, ആദ്യത്തെ ഒരു 5 minutes ഓഫ് വാക്കിംഗ് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, 5 minutes നടക്കുമ്പോൾ. പക്ഷെ അടുത്ത ഒരു 1 hour നടന്നാലും പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഫസ്റ്റ് 5 to 10 minutes അവർക്കൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ വൺസ് ആ 5 to 10 minutes കൊളാറ്ററൽ സർക്കുലേഷനും കൂടി ഓപ്പൺ ചെയ്യുമ്പം
പിന്നെ അവർക്കൊരു 30 മിനിറ്റോ അല്ലെങ്കിൽ 40 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അവർക്ക് ആ എക്സസൈസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കൊളാറ്ററൽ സർക്കുലേഷൻ ആൻഡ് ദി ഇംപ്രൂവ്ഡ് ഫ്ലോ ഓഫ് ദി ബ്ലഡ്. ഓക്കെ. നമ്മൾക്ക് ഇനി ഹൈപ്പർ ടെൻഷൻ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു, അതിലേക്ക് കിടക്കാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ബീങ് ഹൈ, 80-20 ബീങ് ദ നോർമൽ, അതിലും കൂടുതൽ നിൽക്കുമ്പോൾ ഹൈപ്പർ ടെൻഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ഹാവ് ഇസ് ദാറ്റ് ഈ 80-20 എന്നുള്ള ഇതുണ്ടല്ലോ, ഇതിലൊന്നും മറ്റേതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഉണ്ടോ? അതായത് 80-130, വേറൊരാളുടെ 90-120, ഇതും വെച്ച് നോക്കുമ്പോൾ ഒന്ന് സിസ്റ്റോളിക്, ഒന്ന് ലോവർ വൺ ഇസ് ഡയസ്റ്റോളിക് ആൻഡ് ഹയർ വൺ ഇസ് സിസ്റ്റോളിക്. അപ്പോൾ ഇതിലെങ്ങനെയാണ് അറിയേണ്ടത്? ഈ നമ്പേഴ്സിൽ ഒരു ലിമിറ്റ് ഉണ്ടോ ബിയോണ്ട് വിച്ച് യു ഷുഡ് ഡെഫിനറ്റ്ലി റിസോർട്ട് ടു ആൻ ആൻറ്റി ഹൈപ്പർടെൻസീവ് എന്നുള്ള രീതിയിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്? നോർമൽ ഒരാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, ഐഡിയൽ എന്ന് പറയുന്നത് 120/80 എന്നുള്ളതാണ്, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ് ഐഡിയൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരിക്കലും അങ്ങനെ ഒരു സ്റ്റാറ്റിക് ഇതല്ല. ബ്ലഡ് പ്രഷർ ഇസ് എ കൈൻഡ് ഓഫ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡൈനാമിക് ഇതാണ്. നമ്മളിപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സ്റ്റെപ്പ് കയറുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ കുറയും, അങ്ങനെയൊക്കെ ഇതൊരു വേരിയിങ് ഒരു പാരാമീറ്ററാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഞ്ചാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ആ റേഞ്ചിൽ നിന്ന് പ്രത്യേകം പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഭയങ്കര ഒബ്സഷൻ വരും, ഈ BP എനിക്ക് ഇന്ന പോലെ തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു ഷുഡ് കീപ്പ് ഇൻ എ റേഞ്ച്. അപ്പം ആ റേഞ്ച് ഒരു 120 അല്ലെങ്കിൽ 110 to 130 സിസ്റ്റോളിക്കും, അതുപോലെ തന്നെ ഒരു 80-85 ഓർ ഈവൻ 75-85 ആ റേഞ്ചിൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നിൽക്കുന്ന ഐഡിയലായിരിക്കും നമുക്ക് വരുന്നത്. എനിത്തിങ് അബോവ് 140-90, 140 സിസ്റ്റോളിക്കും 90 ഡയസ്റ്റോളിക്കും ഉണ്ടെങ്കിൽ അത് അബ്നോർമലായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഈ 140യുടെ അടുത്തേക്കൊക്കെ എത്തുമ്പം നമ്മൾ ഒരു പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കൂട്ടാം. ഇപ്പം പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രീ ഹൈപ്പർ ടെൻഷൻ പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി സോൾട്ടും കൺസപ്ഷനൊക്കെ ആ സമയത്തെ കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യം വരുന്നത് കൺസിസ്റ്റൻ്റ്ലി ഇഫ് യുവർ ബ്ലഡ് പ്രഷർ ഈസ് എബോവ് 140, കൺസിസ്റ്റൻ്റ്ലി ഇഫ് യുവർ ബ്ലഡ് പ്രഷർ ഈസ് എബോവ് 90 ഡയസ്റ്റോളിക് ഉണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ഇതിൽ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊക്കെ കുറേ ഡയസ്റ്റോളിക് BP ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല, സിസ്റ്റോളിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പലപ്പോഴും കൂടുന്നത് പ്രായം കൂടുമ്പോഴും സിസ്റ്റോളിക് BP കുറേശ്ശെ കൂടി വരും. അപ്പം യങ്സ്റ്റേഴ്സിന് കുറേയും കൂടി ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആയിരിക്കും കൂടുന്ന ഒരു ഫിനോമിനൻ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത വരുന്നത്. പക്ഷേ എൽഡേഴ്സിന്, നമുക്കൊരു ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സിസ്റ്റോളിക് BP ആയിരിക്കും കൂടുതൽ വരുന്നത്. അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റും വ്യത്യാസമുണ്ട്, നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിലും നമുക്ക് വ്യത്യാസം വരും. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഉപ്പിൻ്റെ കാര്യം. അപ്പം ഉപ്പിലെ സോഡിയമാണ് വില്ലൻ. ഈ സോഡിയം എന്ന് പറഞ്ഞ സാധനം ഉപ്പിലൂടെ മാത്രമല്ല, പ്രിസർവ്ഡ് ഫുഡ്, പാക്കേജ്ഡ് ഫുഡ് എല്ലാം സോഡിയം ഇസ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്സ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഒരു ദിവസത്തെ കണക്ക് എത്രയാണ്? ദർ ഇസ് എ ലിമിറ്റ് അല്ലേ? അതൊന്ന് വിവരിക്കാമോ? നമുക്കിപ്പം ജനറൽ ഇപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, സോഡിയം ഉണ്ട്. അപ്പോൾ സോഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2 to 3 ഗ്രാംസിൻ്റെ താഴെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ദിവസം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റഫായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ഡെയിലി കൺസംഷനിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഈ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് പാക്കേജ് ഫുഡ് മറ്റുള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോഡിയം അതിന് കൂടും. ഓഫ് കോഴ്സ് പാക്കേജ് ഫുഡ്സിൽ എല്ലാത്തിലും സോഡിയത്തിൻ്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം ഏറ്റവും സിമ്പിൾ തിങ്സ്, കീപ് മിനിമം സോൾട്ട്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും മിനിമത്തിൽ സോൾട്ട് ഉപയോഗിക്കുക. ആഡഡ് സോൾട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ അടുത്ത് ക്ലയൻറ്റ്സ് വന്ന് പറയാറുണ്ട്, ഞാൻ സാധാരണ ടേബിൾ സോൾട്ട് നിർത്തി, ഞാനിപ്പോൾ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത്, ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. സോ ഐ ടെൽ ദം ദാറ്റ് അതും സോഡിയം തന്നെ. ക്യാൻ യു ടെൽ അത് അങ്ങനെ എക്സ്പീരിയൻസ് ഡോക്ടറിൻ്റെ? ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. അതിൽ ഈ ഉപ്പ് കുറച്ചിട്ട് മറ്റു ഉപ്പ് ഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ ആ ഉപ്പ് കൂട്ടും? ഇല്ല, അതിനകത്ത് യാതൊരു ഇതുമില്ല, അതും സോഡിയം തന്നെയാണ്. അപ്പോൾ എന്തുപ്പായാലും എന്ത് ഉപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിലും 1 ടീസ്പൂണിന് താഴെ, പിന്നെ മറ്റുള്ള പ്രിസർവ്ഡ് ഫുഡ് കുറയ്ക്കുക. സോ ദാറ്റ് യുവർ സോഡിയം ഇൻടേക്ക് ഇൻ എ ഡേ ഈസ് കെപ്റ്റ് ബിലോ 3 grams in a day അല്ലേ? അതെ. ഈ ഹിമാലയൻ സോൾട്ടിലും
അതുപോലെ പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. അതിൽ സോഡിയത്തിൻ്റെ അളവിൽ വ്യത്യാസമൊന്നുമില്ല. മെയിൻലി അതിനകത്ത് കുറച്ച് മറ്റ് മിനറൽസ് കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കളർ കൊടുക്കുന്നത് മിനറൽസ് കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോഡിയം ഇസ് ഓൾമോസ്റ്റ് ദ സെയിം ഓൺലി. പക്ഷെ അപ്പോഴും രസം ആ മിനറൽസിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിലും യു കാൺ കൺസിഡർ ദാറ്റ് സോൾട്ട് ആസ് എ സോഴ്സ് ഓഫ് ദാറ്റ് മിനറൽ. കാര്യം അത് എത്ര കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ആ മിനറൽ കിട്ടുക. പിന്നെ ദാറ്റ് വിൽ ആഡ് അപ്പ് സോഡിയം ആൻഡ് അതർ ഇഷ്യൂസ്. പലപ്പോഴും ഈ നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വർക്കൗട്ടിൻ്റെ സമയത്തൊക്കെ കുറച്ചുകൂടിയും പിങ്ക് സോൾട്ട് കഴിക്കുന്നത് ക്രാംസ് കുറച്ചുകൂടെ കുറയാനായിട്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യണം. ഈ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് കുറച്ച് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് പലപ്പോഴും ക്രാംസ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അതർവൈസ് ബ്ലഡ് പ്രഷറിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. So but this point reminds me of potassium. Potassium and sodium have opposite, or sodium in is potassium out. Potassium rich food can also help in managing blood pressure. Definitely. അപ്പോൾ what are the potassium rich food ആൻഡ് വാട്ട് ഇസ് എ റെക്കമെൻഡേഷൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പൊട്ടാസ്യത്തിന്? പൊട്ടാഷ്യം ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ലോ സോഡിയം ഹൈ പൊട്ടാഷ്യം ഡെഫിനറ്റ്ലി ഈസ് ഹെൽപ്ഫുൾ ഫോർ നമ്മൾ ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ പൊട്ടാഷ്യം നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഫ്രൂട്ട്സിലാണ്. ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ഗ്രേപ്സ്, പഴം വെരി റിച്ച് സോഴ്സ് ഓഫ് പൊട്ടാഷ്യം. പൊട്ടാഷ്യം നമ്മൾ കൂടുതൽ എടുത്താൽ ഇപ്പോൾ നമ്മുടെ ഒരു കേരള ഡയറ്റ് പാറ്റേൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് പൊതുവെ കുറവായിരിക്കും എടുക്കണത് എന്ന് എനിക്ക് തോന്നുന്നു. വെജിറ്റബിൾസ് ഓൾസോ റിച്ച് സോഴ്സ് ഓഫ് പൊട്ടാഷ്യം. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് പൊട്ടാഷ്യം ഇരിക്കുന്നത്. അപ്പോൾ ആ പൊട്ടാഷ്യം കുറച്ച് കൂടുതൽ എടുക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു അറ്റ്ലീസ്റ്റ് 2 or 3 സെർവിങ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പൊട്ടാസ്യം റിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സോഡിയത്തിൻ്റെ അളവ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആയി പോകുന്നു ആൻഡ് ബ്ലഡ് പ്രഷർ വിൽ ബി മാനേജ്ഡ്. വെറുതെ അല്ലല്ലോ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു ഉപ്പ് നിന്ന് വെള്ളം കുടിക്കുന്നു പറയുന്നത് അല്ലേ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി സോഡിയം ആൻഡ് പൊട്ടാസ്യം ആൻഡ് ബ്ലഡ് പ്രഷർ.